പീറ്റർ പാർക്കർ തന്റെ സ്പൈഡർമാൻ എന്ന ഐഡന്റിറ്റി നന്നായിട്ട് എൻജോയ് ചെയ്യുകയാണ്. ന്യൂയോർക്ക് സിറ്റിയിലെ ക്രിമിനൽസിനെ എല്ലാം അവൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുകയാണ്. നീക്കോ മിനോറും പീറ്റർ പാർക്കറും ഇപ്പോൾ പഴയതിനേക്കാൾ നല്ല സുഹൃത്തുക്കളായി മാറിയിരിക്കുന്നു. ലോണി ലിങ്കൺ ഇല്ലാത്തതിന്റെ വിഷമങ്ങളൊന്നും ഇപ്പോൾ പേൾപങ്കനില്ല. പേൾപങ്കന് പീറ്റർ പാർക്കറിനോട് ഇപ്പോൾ നല്ല കാര്യമാണ്. ഓസ്കോർപ്പിൽ ഇന്റേൺഷിപ്പിനായിട്ട് എത്തിയ ഇന്റേൺസ് ആയ പീറ്റർ പാർക്കറിനെയും ജെയിനെയും അമേഡിയസ് ചോയെയും ആശയും മീറ്റ് ചെയ്ത നോർമൻ ഓസ്ബോൺ ഓസ്കോർപ്പിന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായ ഒരു പ്രോജക്റ്റ് റിവീൽ ചെയ്യാനായിട്ട് അവരെ ഓസ്കോർപ്പിലെ ഒരു സീക്രട്ട് ബേസിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഗാലക്സിയുടെ ഏറ്റവും അറ്റം വരെ പോകാൻ സഹായിക്കുന്ന ഒരു ഇന്റർഗലാക്റ്റിക് പോർട്ടലാണ് ഓസ്കോർപ്പ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സത്യത്തിൽ നോർമൻ ഓസ്ബോൺ ഏറ്റവും കഴിവുള്ള ഇന്റേൺസിനെ ഇന്റേൺഷിപ്പിനായിട്ട് ഓസ്കോർപ്പിലേക്ക് കൊണ്ടുവന്നത് ഈ ഒരു ഇന്റർഗലാക്റ്റിക് പോർട്ടല് വികസിപ്പിച്ചെടുക്കാനായിരുന്നു. ഇത്രയും നാള് ഇന്റേൺസ് എല്ലാവരും കണ്ടെത്തിയ പല എക്യുപ്മെന്റ്സും വെച്ചിട്ടാണ് നോർമൻ ഓസ്ബോൺ ആ ഇന്റർഗലാക്റ്റിക് പോർട്ടല് പ്രവർത്തിപ്പിക്കാൻ പോകുന്നത്. പീറ്റർ പാർക്കറും ഡോക്ടർ കാർല കോണേഴ്സും കണ്ടുപിടിച്ച മാഗ്നറ്റിക് ജനറേറ്റർ ആണ് ഇന്റർഗലാക്റ്റിക് പോർട്ടലിനെ മൊത്തത്തിൽ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്നത്. തോറ് ടെലിപ്പോർട്ടേഷനിലൂടെ എർത്തിലേക്ക് എത്തി. ചിറ്റോരി ഏലിയൻസ് വേം ഹോളിലൂടെ എർത്തിനെ ഇൻവേഡ് ചെയ്യാനെത്തി. മിഡ് ടൗൺ ഹൈസ്കൂൾ നശിക്കാനിടയായ ഏലിയൻ സിംബിയോട്ട് പോലും എത്തിയത് പോർട്ടലിലൂടെയാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കും യാത്ര ചെയ്യാൻ പോർട്ടലുകളുടെ സഹായം തേടിക്കൂടാ എന്നാണ് നോർമൻ ഓസ്ബോൺ പറയുന്നത്.